നമ്മള് കയറിയപ്പോലെ. ഇപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നപ്പോ ഇതായിപ്പോയി, കട്ടായിപ്പോയി വീഡിയോ. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഒരു ബെഡും കൂടി ഉണ്ടായി കിടന്നു ഉറങ്ങായിരുന്നു. അതൊരു മെസ്സേജ് വന്നപ്പോഴേ കട്ടായി പോയി മറ്റേത്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇരുട്ടല്ലേ കേട്ടോ. ഇതുണ്ടോ, വുഡുണ്ടോ? എന്നാ കോള് പോയിടിക്ക്. അത് ഞാൻ എനിക്ക് കോൾ എടുക്കാൻ വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ളൂ. കൊല്ലല്ലേ ഞാൻ ഈ കാട്ടിലെ സ്പോണാവുക. മനുഷ്യനെ കൊല്ലാനായിട്ട് ഓരോ പരിപാടി. ഞാൻ അതിനെ കോൾ എടുക്കാൻ വേണ്ടിട്ട് അയ്യോ കുടുങ്ങി. സോളവനെത്തിയടാ മക്കളെ. എവിടെയായിരുന്നല്ലോ? അല്ലല്ലോ, പണി പാടും നേരം. രാവിലെ ആവേണ്ടി വരും. ആ ലാവ കണ്ടുപിടിക്കാന്നെങ്കിൽ എനിക്ക് സ്നോബോളൊക്കെ എറിയുന്ന പണ്ടാണ് ഈ സാധനം. കടം വിട്ടാ പോയി. ഇതെന്തുവാ? കണി കാണും നേരം സോബീനേ. വല്ലാത്ത ട്രാപ്പ് ചെയ്ത് ഉണ്ണിക്കാൻ കൊറേ സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു വിച്ചിനെ കൊണ്ടുവന്നേ. കൊടുത്തിട്ടില്ല. ഇത് സോമ്പി കുഞ്ഞ്. അയ്യോ ചാടി കളിക്കുന്നു. നീ എന്നെ കൊല്ലുന്നേ? പണ്ടാണ് എന്റെ സ്നോബോള് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. വിച്ചിനെ കൊടുത്തേ. ഇതെങ്ങനെയാണ് തിരിച്ചു കയറാം നമ്മള്? അയ്യോ വിച്ച് പോയിസൺ എറിയുന്നു. ഈ പണ്ടാണെങ്കിൽ എപ്പോ ഈ ട്രാപ്പ് റോഡ് അജിനരി പൂവേ. അയ്യോ നമ്മളെവിടെയാടാ? എന്നെ ഞാൻ കണ്ടു. രാവ ഉണ്ടല്ലോ. കോപ്പർ ഹെൽമെറ്റ് ഒക്കെ ഇട്ടു സോമ്പി. ആ ലാവ കണ്ടാ മതി. ലാവ കണ്ട എനിക്ക് ഡയറക്ഷൻസ് അറിയാം. ലാവ വീണ് ചത്താലല്ല, ലാവ കണ്ണാ. അവിടെ കുടുങ്ങി. ക്രീപ്പറ് ഒന്നുകൂടെ ആയിരുന്നോ? അതില്ലേ ഇവിടെ എവിടെയായിരുന്നു അത്? ഇത് നിറച്ചു തോന്നി പണ്ടാരുടെ കഴിഞ്ഞു. എവിടെയായിട്ടൊന്നും അല്ല ആവാ. അയ്യോ ഗുണം പിടിക്കാത്തൊരു മോനാ. വിച്ച് വീട്ടിനുള്ളിൽ കയറിയിടേ. നല്ല വീട്, ഞാനങ്ങ് പിടിക്കുക. അയ്യോ ലാവ 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 കണ്ടു. ഇനി എളുപ്പമാ. കോർഡിനേറ്റ് ഉണ്ണി എൻ്റെ പിന്നാലെ വന്നാൽ മതി. ഞാൻ എത്തി, വീട്ടിലെത്തി. വിച്ചില്ലേ? വിച്ച് ചത്തു.
അവൻ മേടിക്കും. ഞാൻ മേടിക്കും. ചായയും കടി ഞാൻ മേടിക്കും. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈ ബേസിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് മൈനും ചെയ്യാം. ഞാൻ നിന്റെ സ്റ്റഫ് നീ വന്നിട്ട് തരാം. നീ എന്റെ നെയിം നോക്കടി. ക്രീപ്പർ അതെ, എന്റെ കൊന്ന് ക്രീപ്പറ. മരിച്ചു പോകുമ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാവും. കളപടി. ഞാനിവിടെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്റെ സ്റ്റഫൊക്കെ വേണ്ടേ? തല്ലല്ലേ നിന്റെ സ്റ്റഫ് വേണ്ടേ? സ്നോബോൾ ഉണ്ട് തരൂലേ? ഓള് അതവന് കൊടുത്തു. ഇത്രേ ഉള്ളൂ നിന്റെ. ടോർച്ചാ ഇതാട്ടെ ഇനി നമ്മുടെ ബേസ്. ഡ്രാഗൺ എംസി കൂടി വന്നതിന് അടിപൊളിയാവും. മൊബൈൽ നമ്മളെല്ലാവരും മൊബൈലിലാണ് കളിക്കുന്നത്. പി സിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കൊക്കെ ചെയ്ത് കുറേ വ്യൂവേഴ്സിനെയൊക്കെ ആക്കണം. എന്നാലേ പി സി ഒക്കെ മേടിക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ പലതും ഉണ്ട്. ഡ്രാഗൺ എംസി എങ്ങോട്ട് പോവാ? എവിടെയോ എന്തോ തകരാറ്. കാണാൻ എന്റെ സൈക്കിളാണ്. ടിപ്പറാണ് വെക്കണത്. ടിപ്പർ ടിപ്പും ഇവനല്ല കണ്ണാ. ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാക്കുന്നത് ഡ്രാഗൺ എംസി ആണ് എന്ന് അറിയിച്ചു കൊള്ളുന്നു. ഡ്രാഗൺ എംസി എനിക്ക് കോള് കിട്ടി. ഡ്രാഗൺ എംസി ഊഫ് ആയിട്ടുണ്ട്. ഊഫ് മീൻസ് ഡെഡ്. പാപ്പി കേക്ക്സ് കൊട്ടി നീ ഉണ്ടാക്കി തന്നാ മതി. നിനക്ക് സാധനങ്ങൾ തരാം. വാ, ക്രാഫ്റ്റിംഗ് അറിയാം, പക്ഷെ നീ ചെയ്ത് തരുമ്പോ പണിയെടുക്കണ്ടല്ലോ. ഇതേപോലെ ചെസ്റ്റിലിട്ടിട്ടുണ്ട് സാധനങ്ങൾ. ഡ്രാഗൺ എംസി വന്നു കഴിഞ്ഞാൽ നമുക്ക് നെതറിൽ പോവാം. നെതറെന്നൊക്കെ പറയും. നെതറിൽ പോവാം. ഇതെന്തോ ഒരു സാധനം വെക്കുമ്പോൾ അടുത്ത സാധനം
നെതിരി പോകണം, മറ്റേ ഇവിടെ പോകണം, ഡ്രാഗനെ കൊല്ലാൻ പോകണം, പിന്നെ ക്രേസികളെ കൊല്ലണം. വായോ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതാ, ഇത് ഡേർട്ടോ സ്പൈഡറോ. പരിപാടി രാവിലെ ആയോ? ഇത് വെച്ച് എങ്ങനെ നമ്മൾ കേറിപ്പോവും രാവിലെ? സംസാരിക്കാൻ പുറത്ത് സംസാരിക്കും കോമ്പിനോടൊക്കെ. ഹലോ ചാടി കളിച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ കേറി പോവുക? അത് ഫുഡില്ല, ഒരു ഫാം വേണം. എറിയോ അങ്ങോട്ട് താഴെ ഞാൻ കുഴിച്ച കുഴിയിൽ അങ്ങോട്ട് പോ. കോളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഫാമിനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ. ബ്രെഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നുണ്ട്. ഡ്രാഗൺ എംസി എന്ത് ഇത്ര നേരം ഇവിടെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്? നീ അങ്ങോട്ട് പോയി. കിടിലും തോന്നിക്കുന്നു. എന്തിയെ റിച്ചാന്ന് തോന്നുന്നു. ഡ്രാഗൺ എംസി ഐ തിങ്ക് ഡ്രാഗൺ എംസി ടോയ്ലറ്റിൽ പോയി. നമുക്ക് സ്റ്റുഡിയോ ഒക്കെ തുടങ്ങണമെന്നുണ്ട് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതെന്താ ഇവിടെ തോള വലിയ വലിയ സ്ട്രീമേഴ്സ് എന്ന് പറയുമ്പോൾ ഗെയിം തെറാപ്പിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ പോലെ. ഞാൻ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. അയ്യോ ഇതൊക്കെ നമുക്കിനി അടുത്തൊരു ഫാം ചെയ്യണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അത് ഞങ്ങൾക്ക് വലിയൊരു അപ്രിസിയേഷൻ ആവും. പക്ഷെ അവിടെ എന്തെങ്കിലും ഡോറോ എന്തെങ്കിലും വെക്കേ. ഡ്രാഗൺ എംസി നമ്മൾ ഫാം തുടങ്ങാൻ പോകും. ഉണ്ടോ ഡ്രാഗൺ എംസി? ഇതുണ്ടോ ഫാം തുടങ്ങാൻ പോവാ ഇവിടെ. ഡ്രാഗൺ എംസി ജാക്കി ജാൻ വാലടച്ചിട്ടേക്കാണ് എന്നെ കൊല്ലാൻ വേണ്ടിട്ട്. തോന്നിയെ വിളിച്ചോണ്ടേക്ക് പച്ചവെള്ളം മിൽക്ക് കുടിക്കാൻ പറ്റൂ? ഇനി മിൽക്ക് കുടിക്കാനോ? മിൽക്ക് കുടിക്കാൻ പറ്റുമോ? ഞാൻ മറന്നുപോയി. പണ്ട് കളിക്കുന്നത് ഞാൻ മറന്നുപോയി. പണ്ട് കളിച്ചതാ. ഈ നിന്റെ ഇതുണ്ടോ? ഡേർട്ട് ഉണ്ടോ? എവിടെ പണിയെടുക്കാൻ? നിന്റെ ഉണ്ടോ? ചെസ്സിൽ 4 നീ ഉണ്ടോ? നീ ശവല് വേണ്ട, ഇത് തന്നാ മതി. ഡേർട്ടില്ലേ നിന്റെ? നീ മൈൻഡ് ചെയ്തല്ലേ? ഈ കള്ളപ്പണിയാണോ? അവിടെ വെക്കാനല്ലേ പറഞ്ഞേ? ട്രോഫി അല്ലേ? ഇനി അയൺ വേണം. നീ കുഴിച്ചോ. അത് നല്ല
അയണില്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റത്തില്ല. വെള്ളം ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യാനോ? ഓഷിന്റെ അവിടെ പോയിട്ട് എന്താ കാര്യം? ഇവിടെ വാമിയ ഇതാണ് എളുപ്പം. ഇനി അങ്ങോട്ട് പോയിട്ട് സോംബിയുടെ അടിയിൽ നിന്ന് സോംബിയുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി ചാവണനെ കാണുന്നല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ വാമി ഇത് നമ്മൾ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കോമഡി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക. വല്ലാത്ത കോമഡിയാണ് ഗൈസ്. ഫ്രഷ് സാധനങ്ങൾ മാത്രം. ഇത് ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലോക്ക് പ്ലേസ് അയ്യോ നമ്മൾ പണിയൊക്കെ എടുക്കും. അത് കാണൂല അവര്. പണി എടുക്കണ മാത്രം ആരും കാണൂല. ഇതണ്ട ഫാം സെറ്റാക്കി. ഉണ്ണിയുടെ പ്രാന്തിന്റെ ഗുളി കഴിക്കാൻ പോയി. പ്രാന്തിന്റെ അല്ല കഴിച്ചു. ഇത് ഒരു ഡേർട്ട് ഉണ്ട്. ഇത് എവിടെ കൊണ്ടേ ഫിറ്റ് ചെയ്യും? ഹോൾ ഉണ്ടാക്കിയിട്ട് വെള്ളം വേണ്ടേ? അങ്ങനെ ഞാൻ ഉണ്ടല്ലോ. ഇനി ഹോൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? വെള്ളം വേണം. അയൺ 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 കണ്ണാ കണ്ണാ. നമുക്ക് കോളൊക്കെ കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. പക്ഷെ അയണില്ല. അയണുണ്ടെങ്കിൽ തന്നെ കിട്ടുന്നില്ല. ഡ്രാഗൺ എം സി വരുമ്പോ ഡയമണ്ട് ആവും അല്ലേ? ഡ്രാഗൺ എം സി നീ വരുമ്പോ ഡയമണ്ട് ആവൂലേ? ഡയമണ്ട് കിട്ടണമെങ്കിൽ അയൺ വേണം. അയൺ കിട്ടിയത് കിട്ടിക്കൊണ്ട് കൊണ്ടുപോയി. സോംബിയുടെ ഒച്ച കേൾക്കാണ്ട് അതിലുണ്ടോ? നമ്മൾ പുറത്തല്ലല്ലോ. ഇതാണ് നമ്മുടെ ബേസ്. ഇനി കേട്ടോ നമ്മൾ വേറെ ബേസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാക്കാനാണ് നോക്കണം. മറ്റേ സുധി എന്താ അവൻ്റെ പേര്? മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, സുധി എന്ന് പറഞ്ഞു അവൻ്റെ പേര്. ഞാൻ മറന്നു. കുറേ അവൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവൻ മറ്റേ കേവിൻ്റെ ഉള്ളിലൊക്കെ ബേസ് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ കുറേ സാധനങ്ങൾ മരമൊക്കെ വെച്ച് സെറ്റാക്കി. കൃഷികളൊന്നും ഫുഡ് പോലും കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി അധ്വാനം. ഫുഡ് പോലും കഴിക്കാതെ അധ്വാനം. ഏത് ലാഗ്? വീഡിയോ ഇടാൻ ലാഗ് വന്നത്. ഞാൻ ശരിക്കും മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്തായതിനാൽ ഇവരെല്ലാവരും എറണാകുളത്താണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അതാണ് വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് കളിക്കുമ്പോൾ പക്ഷേ ഇവരുടെ വോയിസും അയ്യോ ഇവരുടെ വോയിസും കിട്ടില്ല. പിന്നെ നമുക്ക് ഒന്നും വരില്ല. അപ്പോൾ ഈ പൂച്ച സാധനം അതിൻ്റെയാണ് ഒച്ച കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പാമ്പിനൊന്നും പേടിക്കണ്ട. പാമ്പിനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടോളും പാതി ജീവനിൽ. എന്നിട്ട് നമ്മുടെ ക്രേസികൾ വരുമ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ ബാക്കി മെയിൻ ചെയ്യും. ക്രേസികൾ പിക്കാക്സ് ഉണ്ടാക്കി തരും. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? സോംബിയുടെ മറ്റേ കുട്ടികൾക്കൊക്കെ വരാം.
മീൻ കിട്ടിയപ്പോ പൂച്ച സർക്കാർ മതി കണ്ടേ ക്രൈസികൾ നമുക്ക് ഉണ്ടാക്കി തരും. മതി, ഇത്ര കഴിച്ചാൽ മതി. ഓക്കെ അല്ല പിക്കേസ് ക്രൈസികൾ മൈൻഡ് ചെയ്തോ. ഞാൻ ചെയ്യുന്നുണ്ട്. ടോർച്ച് ഉണ്ടാക്കി തരുമോ? ഞാൻ അതല്ല ഡ്രാഗൺ എം സി ക്രൈസികൾ കുഴിച്ച കുഴിയുടെ സൈഡിലാണ് ഞാൻ. അപ്പൊ എനിക്ക് കാണാനുണ്ട്. 2 ടോർച്ചോ? ഇത് കൊണ്ടോ പോലെ ഇത് കൊണ്ടോ. കിട്ടിയാ? ഓ വെള്ളപ്പൊക്കം. ഗൈസ് ക്രൈസികൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ക്രൈസികളുടെ പകരം ഡ്രാഗൺ എം സി ആണ് കളിക്കുന്നത്. ടോർച്ച് ഒഴിപ്പ് ഡ്രാഗൺ എം സി ആണ് കളിക്കുന്നത്. ഇത് വെള്ളം വരുന്നു. വെള്ളം നിൽക്കുന്നില്ല. ഓഷ്യനിലേക്ക് ഇവിടെ ഓഷ്യൻ. അപ്പൊ ഡ്രാഗൺ എം സി ക്രൈസികളുടെ ഫോണിൽ നിന്ന് കളിക്കുന്നതാണ്. ഡ്രാഗൺ എം സിയുടെ ഫോൺ ഇവിടെ ഇല്ല. കടി വാങ്ങണ്ട കേട്ടോ. ഫുഡ് കിട്ടാൻ മാത്രം നല്ല സ്നേഹമായിരിക്കും. അത് കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് കൊഞ്ഞാനെ കുത്തിയിട്ട് പോകും. അതാണ് ഗൈസ് പൂച്ചയുടെ പ്രശ്നം. ഞാനും പണ്ട് വളർത്തിയിട്ടുണ്ട് ഒരു പൂച്ച കുഞ്ഞിനെ. ഞാൻ തന്നെ തീറ്റയും കൊടുത്ത് വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ അതിന് നമ്മളെ വേണ്ട. എന്നിട്ട് അതിന് വേണ്ട. ഇല്ല അതല്ല, നമ്മളെ വേണ്ട. എന്നിട്ട് അത് അതിൻ്റെ വേറെ ആളുടെ ഒപ്പം പോയി. അതിനെ ഒരു ചെറുക്കനെ കണ്ടപ്പോൾ പോയി. എന്ത് ചെയ്യാനാ? പല പൂവങ്കോഴി പടക്കോഴിടൊപ്പം പോയോലെ. അതെ അമ്മച്ചി മനസ്സില്ലേ പൂവങ്കോഴി. ഇതിനെ അറിയാതെ അയച്ചുവിട്ട് പോയി. അയച്ചുവിടാതെ കൂട്ടിന്ന് പോയി. അപ്പോൾ അത് നിച്ചുവിൻ്റെ വീട്ടിലത്തെ പടക്കോഴിനെ കണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് നിച്ചുവിൻ്റെ വീട്ടിലത്തെ പടക്കോഴിനെ ആണേ. നിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നെയ്ബർ. പകരം ആരോ ആയിട്ട് വരും. നമ്മൾ ഈ കുഞ്ഞമ്മേടെ കൊണ്ടൊക്കെ പറയണ പോലെ ആരൊക്കെയായിട്ട് വരും. മറ്റേ ബ്ലോക്ക് കിട്ടി എനിക്ക്. ഉണ്ട്. പക്ഷെ നിങ്ങളാരും അവനെ സബ്സ്ക്രൈബ് ചെയ്യരുത്. അവൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യില്ല. അവൻ ഉടായിപ്പ. അത് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യാം പ്ലീസ്. കരഞ്ഞു പറയാം പ്ലീസ്. ഒലിച്ചു പോയി എന്നൊക്കെ. ചൂടായിട്ട് ആവിയായിട്ട് പോയി. അയ്യോ ഇത് വേറെ ഏതൊക്കെ സ്റ്റോണൊക്കെ. ഇതുവരെ ഒരു അയൺ പോയിട്ടൊരു സത്തോ. ഇവിടെ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ പേര് ചക്കി എന്നാണ്. അതാണ് ഈ ചക്കിക്കുഞ്ഞെന്ന് കേൾക്കുന്നത്. നിങ്ങളതിന് ചക്കക്കുരു എന്ന് കേൾക്കും. ഞാൻ പറയണേ ഇവിടെ ഒരു പൂച്ചയുണ്ട്. അതിൻ്റെയാണ് ഈ ചക്കിക്കുഞ്ഞെന്ന് കേൾക്കുന്നത്. നിങ്ങൾ ചക്കക്കുരു എന്നാണോ കേൾക്കുന്നത്?
ഗഡഗഡിയനൊരു ഗഡൊക്കെ വള്ളിപ്പയർ വള്ളിപ്പയർ പിക്കാക്സ് ഉണ്ട് പിക്കാക്സ് ഉണ്ടാക്കി താങ്കടെ സീകളെ ഞാൻ ചത്തു ഈ മേളെ ക്ലോസ് ചെയ്തിട്ട് പണ്ട എന്റെ പിക്കറ്റും പൊട്ടി ഇതെന്താന്ന് അതാന്ന് എനിക്കറിയാം. അയ്യോ പിക്കാക്സ് പൊട്ടിയോണ്ട് എനിക്കിത് തുറക്കാൻ പോലും പറ്റില്ല. ഇവന്റെ ഉണ്ണിയേ ഈ ചെറുക്കന്റെ പണി കണ്ടോ നീ? ഈ ചെറുക്കൻ കാണിച്ചേക്കുന്നുണ്ടോ? മനുഷ്യനെ കൊടുക്കാനായിട്ട് ഓരോ പരിപാടിയായിട്ട് അറിയിക്കോളും കളൻ. ഫുഡില്ലാത്തോണ്ട് ഹാർട്ടില്ല. ഫുഡില്ലാത്തോണ്ട് ഹാർട്ടില്ലെന്ന് അറിയാമോ? എടാ ഞാൻ രാത്രിയാടാ പുല്ലേ. അയ്യോ ഞാൻ എന്നായി ഡ്രാഗൺ എംസിക്ക് വട്ടാണ് കൈ എന്നെ കൊന്നു. ഞാൻ എന്നായി പേര് പോലും കാണാമല്ലോ. ആ ലാവപ്പുള് കണ്ടായിരുന്നെങ്കിൽ ഈ ഡയറക്ഷൻസ് അറിയാം. ചാവോ പണ്ടാരം നിന്നെ കൊന്നവൻ. ആ സ്പൈഡർ കയറി വന്നു. സ്പൈഡർ കയറിയല്ല അവൻ പുറത്തു പോയിട്ട് ചത്ത്. എടുക്കും എൻ്റെ സ്റ്റഫ് ഉണ്ടായില്ല. നീ ടെലിപ്പോർട്ട് ചെയ്തോടാ കള്ള. ടെലിപ്പോർട്ട് ചെയ്യുന്നത് ടെലിപ്പോർട്ട് ചെയ്തു എടുത്തിട്ട് പോണത്. ഞാൻ മുങ്ങി. ഇങ്ങോട്ട് അടയ്ക്കത് മൈങ്ങിനോട്ടെ. Crazy girl is back now. Crazy girl is back now. See? Ada കിളിയുടെ കടകുണന്റെ ഗ്രൈൻഡിങ് ആയിട്ട് അടിയിലുണ്ടോ? ഇത് അവിടെ തോന്നുന്നു. അയ്യോ ഭാഗ്യം രക്ഷപ്പെട്ടു. ഇവൻ എന്നെ കാണിച്ചതെന്നറിയോ? ഞാൻ ഇരിക്കുന്ന ഈ കുഴിയില്ലേ, ഈ കുഴിയിൽ ഇവിടെ മൂടി. ആ മനുഷ്യന് മൂടി. ചക്കിപ്പെണ്ണിന്റെ മന മുറിഞ്ഞ് അയം കിട്ടിയോ? ഞാൻ കൊടുക്കാം. അയം കിട്ടിയോ? കടിക്കുവോ? അയം കിട്ടിയോ? ആ അയൻ കിട്ടിയില്ല. അയൻ ചക്കിപ്പെണ്ണ് തിന്നു. പിക്കാക്സ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പിക്കാക്സ് വൈറ്റ് മെയിൽ പിക്കാക്സ് ഉണ്ടാക്കിയതാ. ഒരു മീൻ തന്നു. മീൻ തല അതോ അടിച്ചൊക്കെ നിർമ്മിക്കുക. എന്തിയേ കിട്ടിയില്ലല്ലോ. മീനിന്റെ മണം കിട്ടുന്നുണ്ടോ? ചോറ് കൊടുത്തോ? ഇനി ചോറ് ചോറ് ഇനി പോകെ. ഇനി നിനക്ക് മീനില്ല. ആളെ കളിയാക്ക. ചോറാണോ അവന്റെ മേത്ത് കിടക്കുന്നേ? ചോറാന്ന് തോന്നുന്നു. ഞാനെവിടെയാ? യു ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്ക് 2 വിക്കറ്റ് കിട്ടി. എന്തല്ലേ? അല്ല
ടോർച്ച് വേണം എനിക്ക്, ടോർച്ച് ഉണ്ടാക്കി കൊണ്ടുപോവാ. പറ്റില്ല. പറ്റാം. എന്നാ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, നീ അവിടെ മൈൻഡ് ചെയ്യാതിരിക്കും. ഉണ്ടായി ഇതാ എന്റെ ടോർച്ച് പകുതിയാ. പകുതിയോ? ഗോൾഡ് കിട്ടി. അയൺ ഇതുവരെ കിട്ടിയിട്ടില്ല. കരയും. ഞാൻ ഇപ്പൊ ചോറ് കൊടുത്തത് തിന്നുന്നില്ല. എനിക്ക് ഗോൾഡ് കിട്ടിയിടോ. ആ അല്ല, ഗോൾഡ് മറ്റേ ഇതും കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. പറ്റൂലേ? ഗോൾഡ് ഇതും കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല, സ്റ്റോൺ കൊണ്ട്. ഇതിലേ ഗോൾഡ്